ഹായ് ഫ്രണ്ട്സ്, ലീവിന് നാട്ടിൽ വന്നതോടെ കുറേ പരിപാടികൾ ചെയ്തു തീർക്കാനുണ്ട്. ആകെപ്പാടെ കുറച്ച് ദിവസമാണ് ലീവ്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഇതും ഒരു കാര്യമാണ്. എനിക്കിത് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഗാർഡനിങ്. അപ്പോൾ നേരത്തെ വെച്ച ചെടികളെല്ലാം ഒരുവിധം മോശമായി തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഈ തൂക്കിയിടുന്ന ചെടികളെല്ലാം മുകളിലത്തെ നിലയിലായതുകൊണ്ട് തന്നെ എന്നും അതിന് വെള്ളം ഒഴിക്കുന്ന കാര്യം അച്ഛനമ്മ മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് ആ ചെടികളൊക്കെ വാടിക്കരിഞ്ഞിട്ടുണ്ടോ അതോ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒന്ന് രണ്ടെണ്ണമെങ്കിലും വാടിക്കരിയാണ് പതിവ്. ചിലതിന് നല്ല വെള്ളം വേണ്ട ചെടികളുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് 2 ചെടിച്ചട്ടി മേടിച്ചിട്ട് പുതിയ ചെടി നടുകയാണ്. ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ ഈ വേലിക്കലും മതിലിലും ഒക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ടൈപ്പ് ചെടിയാണ്. പക്ഷേ ഇതിന് ആമസോണിൽ നല്ല വിലയുണ്ട് കേട്ടോ. 150 200 രൂപയൊക്കെ ഇതിന് വിലയുണ്ട്. അത്യാവശ്യം വിലയുള്ള ചെടിയാണ്. പിന്നെ നമ്മുടെ ഈ മതിലിലും ഈ പോച്ചയൊക്കെ പിടിച്ച് കിടക്കുന്നിടത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ വിലയില്ലാത്തതാണ്. അങ്ങനെയാണല്ലോ പല കാര്യങ്ങളും. നമ്മൾ ഒട്ടും വിലയില്ലെന്ന് കരുതുന്നതിനൊക്കെ ശരിക്കും നല്ല വിലയുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊരു ഒരു ചെറിയ ചട്ടിയിലിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ വേറൊരു ചട്ടിയിൽ ഓൾറെഡി നട്ടിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും അത് തന്നെയാണോ കിളിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ശരിക്കും വിജയിച്ചു. അതിൻ്റെ പേരിലാണ് ഇപ്പം ഞാൻ അടുത്തതിനകത്തൂടി ഇത് പരീക്ഷിക്കുന്നത്. പിന്നെ ഇനി 2 ചട്ടിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 28 രൂപ അതിൻ്റെ വില കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആ വള്ളിയോട് കൂടിയാണ് കിട്ടുന്നത്. ആ ഹാങ് ചെയ്യാൻ പറ്റുന്ന ആ സംഭവം ഉൾപ്പെടെയാണിത് 28 രൂപയ്ക്ക് അവർ തരുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ 10 മണിയില്ലേ, 10 മണി 2 മണി 3 മണി കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള ആ സംഭവമാണ് നമ്മൾ ഇതിനകത്തേക്ക് വെക്കുന്നത്. ഇത് കിളിക്കുന്നൊന്നും എനിക്കറിയില്ല. കാര്യം മേളിൽ നല്ല ചൂടടിച്ച് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് വാടിപ്പോവും. അതുകൊണ്ട് ഇതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ താഴെയൊക്കെ നിൽക്കുമ്പോൾ നന്നായിട്ട് പടർന്നൊക്കെ നിൽക്കുന്നുണ്ട്. വെള്ളം കിട്ടുന്നിടത്തൊക്കെ ആണെങ്കിൽ. വെയിൽ ഒരുപാട് കൊണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനാണ് സാധ്യത. കാര്യം കഴിഞ്ഞ വട്ടം ഇതുപോലെ വെച്ചിട്ട് പോയ സംഭവം ഇപ്പം നിലവിലില്ല. ഇപ്പോൾ പിന്നെ മഴ സീസൺ ആയതുകൊണ്ട് ചിലപ്പം ഇത് കിളിക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ കുത്തി 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 വയ്ക്കുമ്പോഴത്തേക്ക് അത് കാണാൻ നല്ല ഭംഗിയാണ്. പൂ കിളിക്കുമ്പോഴും അത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് എത്ര നാൾ നിലനിൽക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ മാറ്റി നട്ട ചെടിക്ക് 2 ദിവസത്തെ വാട്ടം ഉണ്ടാവും. 2 ദിവസം കഴിഞ്ഞാൽ പുതിയ മണ്ണിനെ അത് സ്നേഹിച്ച് തുടങ്ങുമെന്ന് മാധവിക്കുട്ടി ഏതോ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെയാണ് ഓരോ ആണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സെന്ന്. ചെടികൾ ശരിക്കും അങ്ങനെയാണ്. 1-2 ദിവസം അവർ ഒരു വാട്ടൊക്കെ ഉണ്ടാവും പുതിയ മണ്ണിൽ. പക്ഷെ 2-3 ദിവസം കഴിയുമ്പോൾ അവർ ആ മണ്ണുമായിട്ട് സെറ്റായിക്കോളും, നന്നായിട്ട് വളർന്നോളും. അതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സെന്നാണ് മാധവിക്കുട്ടി പറയുന്നത്. ഈ ചെടി മാറ്റി നട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. മുകളിൽ ചട്ടിയിൽ തൂക്കിയ കുറേ ചെടികളുടെ കാര്യം പറഞ്ഞല്ലോ, അതൊക്കെ ചിലതൊക്കെ വല്ലാണ്ട് പടർന്നും കയറിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് ഈ ബാലൻസ് വന്നേക്കുന്നത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് അത്യാവശ്യം വിലയുള്ള ചെടി കേട്ടോ. പക്ഷേ ഇതെനിക്ക് സ്നേഹസമ്പുഷ്ടയായ സഹോദരി സമ്മാനിച്ചതാണ്. അതുകൊണ്ട് എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടി. പുള്ളിക്കാരത്തി ഭയങ്കര എന്നെക്കാളും ക്രേസാണ്. എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ് പുള്ളിക്കാരത്തി. എത്ര വിലയാണെങ്കിലും ഇങ്ങനെ വെറൈറ്റി ചെടികൾ മേടിച്ച് വയ്ക്കും. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. ഇതും അത്യാവശ്യം ആമസോണിലൊരു 120 രൂപ മറ്റുള്ളൊരു ചെടിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പോച്ചയായതുകൊണ്ട് ഞാനിതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് ചെടി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം പുതിയ ചട്ടിയിലേക്കും പഴയ ചട്ടിയിലേക്കും ഒക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി നല്ല വെയിൽ വരുമ്പോഴത്തേക്ക് ഇത് എന്താവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇപ്പോൾ മഴ സീസണാണ്. മഴയും വെയിലും മാറി മാറി വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഇത് പിടിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെയും പേരെനിക്കറിയില്ല. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ പടർന്ന് പിടിച്ച് ശരിക്കും ഒരു തണ്ടാണ് കൊണ്ടുവച്ചത്. ഇതിൻ്റെ 2ൻ്റെയും ഓരോ തണ്ടാണ് കൊണ്ടുവച്ച് ഇപ്പോൾ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. പിന്നുള്ളത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അകത്തൊരു പോസിറ്റിവിറ്റി ഒക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രസമുള്ളൊരു സാധനമാണിത്. ഇത് പിന്നെ നമ്മുടെ സ്വന്തം ലക്കി ബാമ്പു. വെള്ളമില്ലേലും വെയിലില്ലേലും ഒക്കെ ഇത് എവിടെ വേണമെങ്കിലും വയ്ക്കാം. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും ഒക്കെ നട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്നേഹ സമ്മാനമായിട്ട് നമ്മുടെ ചെടികൾ തരുന്ന പൂക്കൾ, അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഒരുവിധം നമ്മുടെ ഗാർഡനിങ് ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ ചെടികൾക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. സന്തോഷിക്കട്ടെ.
പിന്നെ അടുത്തടുത്ത് നമ്മുടെ ലക്കി ബാമ്പു അവിടെയുണ്ട്. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ചിരിക്കുന്ന, അകത്തൊരു 2-3 ലക്കി ബാമ്പു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പുറത്തും വെച്ചിട്ടുണ്ട് കുറേ അധികം. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾ 1 മാസത്തോളം വെള്ളം ഒഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഗാർഡനിങ് ഇതൊക്കെയാണ്. കുറേ ചെടികൾ മാറ്റി നട്ടിട്ടുണ്ട്, കുറേ ചെടികൾ പുതിയതായിട്ട് നട്ടിട്ടുണ്ട്. ഈ റോസാപ്പൂവിൻ്റെ നിറം കണ്ടോ, എന്ത് ഭംഗിയെന്നറിയോ ഇത് കാണാൻ. നെല്ല് കാണാൻ ഇതിലും ഭംഗിയാണ്. ഇത് പുതിയതായിട്ട് വെച്ചതാണ്. അതുപോലെ തന്നെ ഇതും നമ്മൾ മാറ്റി വെച്ചതാണ്. പഴയയിടത്തുനിന്ന് പുതിയയിടത്തേക്ക് മാറ്റി വെച്ച ചെടികളാണിതെല്ലാം. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ തീപ്പൊരി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഇത് താഴെ വീണ് വിത്ത് വീണ് കിളിച്ചതാണ്. പിന്നെ നമ്മുടെ 10 മണി, അതിൻ്റെ ഇടയിൽ നമ്മുടെ തുമ്പിനി പോകണമെന്ന് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ പറിച്ച് കളയാതെ വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ പുറത്ത് ലക്കി ബാമ്പ് വെച്ചിട്ടുണ്ടെന്ന്, അതുപോലെ ഈ ചെടി, ഇതിൻ്റെ പേരും എനിക്കറിയാൻ മേല, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. കുഞ്ഞ് റെഡ് പൂക്കളാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ മോളെൻ്റെ പുറകെ നടന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. ആ പാട്ട് നിങ്ങൾക്ക് പുറകിൽ കേൾക്കായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഗായ്സ്.